ആട് 3 അങ്ങനെ 100 കോടി ക്ലബ്ബിൽ കയറുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു സിനിമ പോകുന്ന രീതിക്ക് തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് 100 കോടി ക്ലബ്ബിൽ കയറാൻ എന്തുകൊണ്ടും കെൽപ്പുള്ളൊരു ചിത്രം തന്നെയാണ് ആട് എന്ന് പറയുന്ന സിനിമ. ആട് 3 എന്ന് പറയുന്ന സിനിമ നല്ല രീതിക്ക് തന്നെയാണെങ്കിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ബൈ ഡേ ആണെങ്കിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേക്കാളിൽ ബുക്കിംഗ് ആണെങ്കിൽ സെക്കൻഡ് ഡേ കൂടിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം ഒന്ന് ബുക്കിങ്ങൊക്കെ സ്റ്റാർട്ടായപ്പം ഇടയ്ക്ക് വെച്ചൊന്ന് ഡൗൺ ആയിരുന്നു ഇതിൻ്റെ ബുക്കിങ്. അപ്പോൾ ഒരു 3 കോടിയൊക്കെയാണ് ഇതിൻ്റെ പ്രീ സെയിൽ ബുക്കിംഗായിട്ട് വന്നത്. ശരിക്കും അത്രയും അല്ല വരേണ്ടത്, അതിന് മുകളിലാണ്. എങ്കിലും ഇപ്പം ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പടം കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളുത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. ഷാജി പവനും പിള്ളേരും കപ്പ് തൂക്കിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേ രീതിക്ക് പോവുകയാണെങ്കിൽ ജയസൂര്യയുടെ കരിയറിൽ ഫസ്റ്റ് 100 കോടി ആയിരിക്കും ആട് 3 എന്ന് പറയുന്ന സിനിമ. എന്തായാലും അതായത് നമ്മുടെ ഷാജി പാപ്പൻ ആ ഒരു കപ്പ് 100 കോടി എന്നുള്ളൊരു കപ്പ് തൂക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. ജയസൂര്യയും കൂടെ അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക നടന്മാരും ഏകദേശം ഒരു 100 കോടി ക്ലബ്ബിൽ കയറും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടില്ല. എന്തായാലും ഇനിയും വരുന്നൊരു ചിത്രങ്ങൾ, അതായത് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയാൽ മാത്രമേ അടുത്ത ഒരു പാർട്ട് ആടിൻ്റെ വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും ജയസൂര്യയുടെ കരിയർ തന്നെയാണെങ്കിൽ നോക്കി നിന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം ഇതിൻ്റെ വിജയം പോലെ ഇരിക്കും കത്തനാർ ആൾക്കാർക്ക് കാണണോ വേണ്ടോ എന്നുള്ളൊരു സംഭവം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ജയസൂര്യ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീമാണെങ്കിലും വിജയിച്ചിരിക്കുകയാണ്. കത്തനാരിന് ഇനി കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാലേട്ടൻ സിനിമയ്ക്കൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു ലെവലിൽ റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് കത്തനാർ. ഫാൻസ് മാത്രമായിട്ടല്ല, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. എന്തായാലും ആ സിനിമയും നമ്മുടെ ഒരു പക്ക റെക്കോർഡൊക്കെ കേരളത്തിലൊക്കെ ഇടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു വലിയൊരു സിനിമയായിട്ടാണ് അത് വരുന്നത്. എന്തായാലും ഇനിയും വരുന്നത് ഒരു ജയസൂര്യ യുഗമായിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ 4 വർഷം അദ്ദേഹം കത്തനാരിനും പല സിനിമകൾക്ക് വേണ്ടി അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിരുന്നു. അതെല്ലാം ഇപ്പം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഉറപ്പിച്ച് തന്നെ അടിവരയിട്ട് തന്നെ പറയാം, ജയസൂര്യ ഈസ് ബാക്ക് എന്ന്. എന്തായാലും ഈ ഒരു സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അടുത്ത ഒരു പാർട്ട് വരുന്നതും ഇതിലും വലിയൊരു വിജയമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം.